തുടങ്ങിക്കോ. എഴുതിയാൽ മതി, ഞങ്ങള് വായിച്ചെടുത്തോളാം. ഒരു പറയൂല അറിയില്ല, എഴുതിക്കോ, കുഴപ്പമില്ല. ഇത് പറയൂ. ആരോട് പറയണ്ട, എഴുതി കാണിച്ചാൽ ഈശ്വരാ. ഇത് മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ നൈസായിട്ട് വീണ്ടും ഇട്ടിരിക്കുക. മാപ്പാക്കണം. ദേഷ്യപ്പെടുമ്പോ ഗ്രേസ് എന്താണ് വിളിക്കുന്നത്? പോടാന്ന് വിളിക്കുന്നത്. വിളിക്കല് എങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇടയ്ക്ക് പറയാം നീ പോടാ. അപ്പനും അമ്മയൊക്കെ കാണാം. എന്താ വിളിക്കണേ ശരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ. പ്രേക്ഷകർ അത് അറിയണ്ട. ഗസ് ചെയ്യൂ, എന്താണ് പേര്? അപ്പൊ ഒരു പറയും, ആ അത് തന്നെ. മോർ റൊമാൻറ്റിക്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പോയിട്ട് ഗ്രേസും ഭയങ്കര ഡ്രൈവറാ, ഞാനെ പഠിപ്പിച്ചതുകൊണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ്. ക്യാപ്ഷനുള്ളതായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കുകയും ചെയ്തു. എന്താണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഈ ഗ്രേസിന്റെ ആക്ട്രസിനെ മലയാള സിനിമ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് എനിക്ക്, ഞാനിത് ഇപ്പോഴും പറഞ്ഞു, ഞാനും കൂടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇത് പറയാൻ കാരണം. സാമ്പത്തിക കാര്യത്തിൽ ഭയങ്കര അച്ചടക്കം ഉള്ളതാണെന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും. അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചെലവാക്കുമ്പോഴും നമ്മള് സൂക്ഷിച്ചേ ചെയ്യത്തുള്ളൂ. ഗൂഗിൾ മാപ്പിനെ വഴി വഴിതെറ്റിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോവാനായിട്ട് അത്ര വേണ്ട. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഒരു റൗണ്ടിലേക്ക് വാ. പ്രത്യേകിച്ചൊരു കപ്പിൾസ് വരുമ്പോൾ 1-2 റൗണ്ട്സ് ആവശ്യമാണ്. 2-3 റൗണ്ട് ഉണ്ട്. ഓക്കെ, പോയിന്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ റീസണും പറയണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാം. ഓവറായിട്ട് ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ആരായിരിക്കും? അങ്ങനെ ഇൻസിഡന്റ് പറയാനുണ്ടോ? തുടങ്ങിക്കോ. നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ ആലോചിച്ച് കൂട്ടി. അങ്ങനെ പറയാനെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അങ്ങനെയാ. ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ട് ഗ്രേസിന്. അപ്പം ഷൂട്ടിന്റെ കാര്യം മെയിൻ ആയിട്ട്. അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡേറ്റിന് മുമ്പ് തീർക്കേണ്ട കാര്യങ്ങള്, ആ ഡേറ്റ് കഴിഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ സിനിമയുടെ കാര്യമല്ലേ, അടുത്ത മിനിറ്റിൽ വിളിച്ചിട്ട് പറയും ആ ഇത് ക്യാൻസൽ ആയി വേറെ. അപ്പൊ ഞാൻ പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് മുഴുവൻ പോയല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നേന്ന് തുടങ്ങും. അങ്ങനെ അപ്പൊ ഇതിന് ഫുൾ ഞാൻ എബിയെ ശല്യപ്പെടുത്തും. അതാണ് മെയിൻലി ഓവർ തിങ്ക് ചെയ്യണത്. എന്ത് കാര്യവും ഭയങ്കര പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച് അത് കറക്റ്റ് ആയിട്ട് നടക്കൂല. ഇപ്പൊ ഗ്രേസ് ഒരു ഇത്ര ദിവസം കഴിയുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമെന്ന് പ്ലാൻ ചെയ്താലും ഒന്ന് മേഘം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഷൂട്ടിന് അതിനനുസരിച്ചുള്ള ഡിലേ വരും. അപ്പം ചിലപ്പോൾ ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പൊ എനിക്കാണേലും ഓക്കെ ഞാനെന്നാ നമുക്ക് ഇന്ന ദിവസം പുറത്ത് പോകാന്ന് വിചാരിച്ചാലും പെട്ടെന്നായിരിക്കും അതെ ഇന്ന പാട്ടിന്റെ ആ ബീജിയിൽ ഒരു കറക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് ഷൂട്ടിനുള്ളതാണെങ്കിൽ നമുക്കത് തീർക്കാതെ ഇറങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുന്നോണ്ട് ഈ ഓവർ തിങ്കിങ് അയ്യോ അങ്ങനെ അതങ്ങനെ ആ വഴിക്കങ്ങ് പോകും. അത് എന്ത് കാര്യം എടുത്താലും ഉണ്ട്. പോലീസുകാരുടെ കാര്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് എപ്പോ വേണേലും കാര്യങ്ങൾ പെട്ടെന്ന് രണ്ടുപേരും ഈ ട്രാക്കിലായതുകൊണ്ട് മനസ്സിലാവും. അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഫ്രീ ദിവസമാണ്, ഇന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിചാരിക്കില്ല, ഒട്ടും വിചാരിക്കില്ല. നിർബന്ധിക്കും. രണ്ടുപേരും ഇല്ല. ഓക്കെ, എപ്പോഴും എന്തെങ്കിലും കുറച്ചോണ്ടിരിക്കുന്ന ആള്. അടുക്കള പോയിട്ട് അങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കാണി എടുത്തിട്ടും തിന്നും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണി എടുത്തിട്ടും കഴിയും. പെട്ടെന്ന് പറയണം, ഞാൻ ചെയ്യണം നോക്കിട്ടല്ല. കൂടുതൽ പൊസസീവ് ആകണം. ഒരു ചെറിയ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള എക്സാമ്പിൾ പറയാൻ പറ്റും? ഓ ഗോഡ്, എന്റെ മുമ്പേ പറഞ്ഞിരുന്നു എന്റെ സിസ്റ്ററിന്റെ കുട്ടി നോറ. അപ്പൊ അവളുടെ ഫാദർ സിംഗപ്പൂരാ. അപ്പം അവള് ഇപ്പം കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഇവള് ഞാനുമായിട്ട് നമുക്കിപ്പോ 2.5 വയസ്സുള്ളു. അപ്പം അവളുടെ ഒരു അപ്പന്റെ എന്ന് പറഞ്ഞുള്ള ഒരു അറ്റാച്ച്മെന്റ് ഞാനുമായിട്ടാ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇവിടെ ചിലർക്ക് ഭയങ്കര അസൂയുണ്ട്. ഞാൻ അവളോടും പറയും കേട്ടോ, കൊച്ചിനോടും പറയും, എല്ലാരോടും പറയും. അത്ര വേണ്ട. ഒരു വഴക്കുണ്ടാവുന്നു, തിരിച്ച് ആദ്യം കോംപ്രമൈസിന് വരുന്ന ആരായിരിക്കും? അത് രണ്ടുപേരും. എത്ര നേരം നീണ്ടിരിക്കും? ചെറിയ വലിയ പിണക്കങ്ങളൊക്കെ ആണല്ലോ. മറവി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വഴക്കുണ്ടാക്കിയത് മറന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഓർക്കണം നമ്മള് വഴക്കായിരുന്നല്ലോ. അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാണത്. കൂട്ടുകാരികളോടൊക്കെ വഴക്കിട്ടാലും ഞാൻ മറന്നു പോകും വഴക്കിട്ട കാര്യം. അത് പക്ഷെ ഭയങ്കര ഗുണമായത് ഇപ്പോഴാണ്. അല്ല പിന്നെ എന്താ വെച്ചാൽ ഗ്രേസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഐ മീൻ ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന ഒഫീഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ തന്നെ സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പിണക്ക് ആയിട്ടിരിക്കുവാണേലും
അതെ ഇന്ന ദിവസം ഇന്നൊരു സംഭവം ഇത് മറ്റേ ലെറ്റർ ഹെഡിൽ കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇത് അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ എന്തായാലും വിളിക്കേണ്ടി വരും. വഴക്കിട്ടിരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ആ പിണക്ക് അറിയാതെ പൊക്കോളും. ഓക്കെ, നിങ്ങൾ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആരാണ് നിങ്ങൾ രണ്ടുപേരില്? അത് ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. ഫണ്ണിയസ്റ്റ് പേഴ്സൺ. അതെ, അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നില്ല. മോർ റൊമാൻറ്റിക്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പോയിട്ട് അതെങ്ങനെയാ പറഞ്ഞേ? മറ്റേ ലില്ലിക്കുട്ടി നാഗേന്ദ്രൻ ഹണിമൂണിലെ എനിക്ക് എന്നെ ഇഷ്ടമാണ് ഒറ്റച്ചാട്ടം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഇത്ര വർഷമായില്ലേ. സത്യം പറഞ്ഞാൽ അത് ഓർമ്മയില്ല. പക്ഷേ പിന്നെ സീരിയസ്ലി കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല, നേരത്തെ പറഞ്ഞിട്ടില്ലേ, മറവിയുണ്ട്. മറന്നുപോയി ആ ദിവസമൊക്കെ. ദിവസമല്ല, മെസ്സേജിലായിരുന്നു തന്നെ പറഞ്ഞത്. 10 വർഷമായില്ല ഏട്ടാ. ഓക്കെ, ഓർമ്മയില്ല. ഓക്കെ, കൂടുതൽ ക്ഷമയുള്ള ഒരാള്. ക്ഷമിക്കും. ക്ഷമ കെടുമ്പോ ഭയങ്കര ക്ഷമ. എനിക്ക് ഭയങ്കരമായിട്ട് എബിയിൽ കണ്ട ഒരു വലിയ ക്വാളിറ്റി അത് തന്നെയാണ്. ഭയങ്കര ക്ഷമയാണ്. അതായത് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര തവണ ചോദിച്ചാലും ആദ്യം പറഞ്ഞ അതേ സൗമ്യതയിൽ അതേ സമയം എടുത്ത് അതേപോലെ പറഞ്ഞു കൊടുക്കും. അത് ഭയങ്കര. ഇപ്പൊ എനിക്ക് വഴി എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഡിക്ഷണറിയിലില്ല. ഗൂഗിൾ മാപ്പിന് വഴി തെറ്റിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നത് തൊട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ ക്ഷമ. അതിന്റെ ഒരു അംശം പോലും എനിക്കില്ല. ഗൂഗിൾ മാപ്സും വെച്ച് എന്നെ കൂടെ ഫോൺ വിളിച്ചോണ്ടാണ് പോകുന്നത് എങ്ങോട്ടെങ്കിലും, വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു പോവാണെങ്കിൽ. അതോടെ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴി പഠിച്ചത് എനിക്കൊരു 4 മാസം കണ്ടെടുത്തു. എന്റെ വീട്ടിലേക്കുള്ള സ്വന്തം വീട്ടിലേക്കുള്ള വഴി. വീട് മാറി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊന്ന് പറഞ്ഞ വണ്ടിയിൽ കയറി ഒന്ന് പോയാൽ മതിയല്ലോ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എടുത്തു. ഇപ്പൊ പുതിയ വീട്ടിലേക്ക് മാറിയോണ്ട് എനിക്ക് ഇനി അതിൽ കൂടുതൽ സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നു. വാഴക്കാലം പരിസര പ്രദേശമായിട്ട് കുഴപ്പമില്ല. ഇല്ല, ഇത് വേറെ സ്ഥലമാണ്. ഓക്കെ, ബെറ്റർ കുക്ക്. ഗ്രേസ് സ്നേഹത്തോടെ ഈ ഒരാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ വയറ് വഴി കയറാതെ പറയുന്നുണ്ട്. ആഹാരം നല്ലത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ്, ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ്. പക്ഷെ എന്തായാലും പറയാനും പറ്റൂല. ഇല്ല, അത് പ്രശ്നമല്ല, അത് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഗ്രേസ് ഒരു പ്രാവശ്യം ഇപ്പം മിക്കവാറും ഗ്രേസ് വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും കഴിക്കാൻ പറയാൻ പറഞ്ഞ്. ഇത് ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാന്ന് പറയും. നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ അത് ചിലപ്പം വന്ന് മറ്റേ തലപ്പാക്കട്ടി ബിരിയാണി ആയി പോകും. അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതാണ്. അപ്പം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രേസും അമ്മയൊക്കെ അവർ വിളിക്കും, ഇത് ഇന്ന സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണേലും അത് മറ്റെന്തോ ആകുമെങ്കിലും കഴിക്കാൻ നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ എബിയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ അതിനൊക്കെ അത്ര എത്താനൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ കുക്ക് ചെയ്യണത് ഈ ബേക്കിംഗ് സാധനം, കേക്ക്സ് അങ്ങനത്തെയൊക്കെയാ. അപ്പൊ അത് അമ്മ കുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ അങ്ങോട്ട് കൊടുത്തു വിടും. അപ്പൊ പക്ഷെ പേരൊന്നും ഞാൻ പറയത്തില്ല. കഴിച്ചു നോക്കിയിട്ട് അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതാണ് അതിന്റെ സാധനം. അതാണ് സംഭവം. പേര് ഗസ് ചെയ്യൂ, എന്താണ് പേര്? അപ്പൊ ഒരു സംഭവം പറയും, അത് തന്നെ. പക്ഷെ എന്നെ കുക്കിന്റെ കാര്യത്തിൽ എന്നെ നമ്പാൻ പറ്റില്ല കേട്ടോ. എനിക്ക് മൂടുണ്ടെങ്കിലേ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണ എല്ലാം പാളിപ്പോവും. അത് അങ്ങനൊക്കെ പറയുമെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് ഇത് കണ്ടു ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഒരാഴ്ച അല്ലെ 2 ആഴ്ചക്കുള്ളിൽ അത് ഉണ്ടാക്കണം. അത് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ. അപ്പൊ അമ്മ ആദ്യം പറയും, അതെ ഞങ്ങളെ പരീക്ഷിക്കണ്ട, അവനെ വിളിച്ച് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവരാണ് എന്റെ സ്ഥിര ഈ പെട്ടെന്ന് വീട്ടിലുള്ള ഒരു സാധനം വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ അറിയുന്നതാണോ? എഗ്ഗ് വെച്ച് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. കാരണം ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എഗ്ഗിന്റെ പല ഒരു സാധനത്തിനെ കഴിച്ചാൽ നമുക്ക് മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പല സംഭവങ്ങൾ അതെന്റെ ട്രെയിനർ പറഞ്ഞങ്ങനെ ചെയ്യുന്നതാണ്. എബി എപ്പോ കൊടുത്താലും ഏത് പാത്രത്തിൽ കൊടുത്താലും കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കും? എപ്പോ ആണെങ്കിലും ഓക്കെയാണ്. കപ്പ ബിരിയാണി, ബീഫൊക്കെ ഇട്ട് കോട്ടയം പുള്ളിക്കാരനല്ലേ, അതുകൊണ്ട് കപ്പ ബിരിയാണി കൊടുത്ത് എപ്പോ കൊടുത്താലും അത് രക്ഷയാണ്. ഇടുക്കി കോട്ടയംകാരുടെ വികാരമാണ് കപ്പ, ചക്കപ്പുഴുക്ക്, അതൊക്കെ ഒരു വീക്ക്നെസ് ആണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കുവോ? ഞാനോ? ഇല്ല, പഠിക്കണം. പഠിക്കാം. പക്ഷെ
ഓക്കെ, റെഡി ആവാൻ താമസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞാനോ? ആ ഞാന് സമയം എടുക്കും, പക്ഷെ കറക്റ്റ് ടൈമിൽ റെഡി ആവും. എബി ലാസ്റ്റ് മിനിറ്റിന്റെ ആളാ, എന്നിട്ട് ഒരു വെപ്രാളവാ. അപ്പോ ഇന്ന് തന്നെ എനിക്ക് കുറച്ച് ഫയൽസ് സെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രേസ് ഒരു 10 മണിയായപ്പോഴെന്തോ റെഡിയാകാൻ തുടങ്ങിയതാ. ഞാന് നമ്മൾ പോരുന്നതിന് ഇറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ വന്ന് ഞാൻ റെഡിയായി. എന്നിട്ട് പറയുന്നത് ഞാനാ ലേറ്റ് ആവുന്ന. പക്ഷെ ലേറ്റ് ആവും, പോസ്റ്റ് തരും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ല അങ്ങനെ ചീത്ത വിളിക്കത്തില്ല, കാരണം ഈ ലാസ്റ്റ് മിനിറ്റ് ഈ വർക്കുകൾ കയറി വരുന്നത്. അപ്പോൾ നമ്മളോട് 10:30 എന്ന് പറഞ്ഞാൽ നമ്മൾ 10:30 ആകുമ്പോൾ അവിടെ റെഡി ആയിരിക്കും. എബി എത്തുമ്പോൾ 11:30 ആവും. അതെനിക്കിഷ്ടല്ല. അത് വഴക്കുണ്ടാവുന്ന ഒരു കാര്യം കേട്ടോ, അത് മുമ്പേ ചോദിച്ചില്ലേ. എന്ത് പറയും, പക്ഷെ ഞാൻ പറയാം ഇത്രേ പറയുള്ളൂ. നേരത്തെ ഒന്നും പറയാൻ മേലായിരുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ചല്ലേ റെഡി ആയിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് പോസ്റ്റ് കിട്ടുന്ന എനിക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ലേറ്റ് ആവെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ച് ഒന്നുമില്ല, ഞാൻ കുറച്ചേരം മാറി കോണ് നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഒന്നും പറഞ്ഞാൽ കൊള്ളാന്ന് മാത്രം പറയത്തുള്ളൂ. അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ ഓണാക്കി അതിന്റെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ ദേഷ്യപ്പെടുമ്പോ ഗ്രേസ് എന്താണ് വിളിക്കുന്നത്? പോടാന്ന് വിളിക്കുന്നത്. പബ്ലിക്കിൽ എങ്ങനെയൊന്നും പറയരുത്. ഇടയ്ക്ക് പറയാം നീ പോടാ. ഓക്കെ, അപ്പനമ്മയൊക്കെ കാണാം. എന്ത് വിളിക്കണം ശരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ അത് അറിയണ്ട. ഓക്കെ, ഒരു മെസ്സി വേണമെന്നൊക്കെ പറഞ്ഞ ആരായിരിക്കും? മെസ്സി വേണം. എവിടെ? പക്ഷെ അങ്ങനെ മെസ്സി ഒന്നും അല്ല, എന്റെ OCD വെച്ച് നോക്കുമ്പോ എബി മെസ്സിയാണ്. മെസ്സിയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിലും വലിയ മെസ്സികളുണ്ട്. ആരും കുത്തി പറയണം. ഓക്കെ, കാശ് സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ രണ്ടുപേരും? അതായത് അതാണ്, അത് ചുമ്മാ അങ്ങനെ എടുത്ത് ഇതാക്കുമെന്നല്ല, നമുക്ക് അത്രയ്ക്ക് വേണം, അത് അത്രയ്ക്ക് സംഭവമാണ്, അത് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് എന്നുള്ളൊരു പ്രോബ്ലം ആക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളത് പിടിക്കുകയും ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ എന്നുള്ളൊരു സംഭവമാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യത്തില്ല. വേർത്ത് ആണെങ്കിൽ നമ്മൾ മറ്റേ ഈ ആട്ടുകാട്ടിലിടുന്ന പരിപാടിയാ. ഇപ്പൊ എനിക്ക് ഇന്നൊരു സാധനം വേണമെങ്കിൽ ഞാൻ എന്റെ മൈൻഡിൽ ആട്ടുകാട്ടിലിടും. എന്നിട്ട് അപ്പൊ 2 ദിവസം കഴിയുമ്പോ അത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ചാൽ മതി. നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആ കാട്ടിൽ പോയി നോക്കുമല്ലോ. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, അത് രണ്ടുപേർക്കും ഉണ്ട്. ഈ സാമ്പത്തിക കാര്യത്തിൽ ഭയങ്കര അച്ചടക്കമുള്ളതാണെന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും. അതേ ചെറുപ്പത്തിലേ നമ്മൾ ഇങ്ങനത്തെ ഒരു വന്നതുകൊണ്ട് നമുക്ക് ഓരോ പെന്നിയും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചെലവാക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ചേ ചെയ്യത്തുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര പിശുക്കലൊന്നുമല്ല. ചില സമയത്ത് ഞാൻ പിടിക്കുക, എന്താണിത് മലവെള്ളപ്പാച്ചിൽ ഒന്ന് പിടിക്കണോന്ന് പറയും ഞാൻ ഇടയ്ക്ക് കാശ് ചെലവാക്കണ കാണുമ്പോഴത്തേക്കും. അതുപോലെ തിരിച്ചും പറയും കേട്ടോ. എൻ്റെ അമ്മയാണ് അതിന്റെ മെയിൻ ആള്. എന്താടി നിന്റെ ഉദ്ദേശം? എബി മേടിച്ചു തന്നൊരു സർപ്രൈസ്, ഈ സർപ്രൈസ് കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കാറുണ്ടോ? പറഞ്ഞോ. ഞാൻ ഇച്ചിരി പുറകോട്ടാണ് അതില്, പക്ഷെ ഗ്രേസ് ഭയങ്കര മുന്നോട്ടാണ് അതില്. ഒരു ഞെട്ടിച്ചൊരു സർപ്രൈസ് എന്തായിരിക്കും? ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് തന്നാണോ അല്ലേ? ആ എബി ഗിഫ്റ്റ് ചെയ്യും, ഞാനും. അത് കൂടുതൽ ഞാനാ ചെയ്യാ. നമുക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഗിഫ്റ്റുകളേക്കാൾ കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന കീബോർഡ്, മിഡി കീബോർഡ് എനിക്ക് ഗ്രേസ് ഗിഫ്റ്റ് ചെയ്ത. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിപ്പോ അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സ്റ്റിൽ അതാണ്, അങ്ങനത്തെ ഇതിലേക്കാണ് നമ്മളിപ്പോഴും ഇപ്പൊ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും. ഇപ്പൊ ഗ്രേസിനാണെങ്കിലും അതുപോലെ യൂസ്ഫുൾ ആകുന്ന സംഭവമായിരിക്കും ഞാനും ഗിഫ്റ്റ് ചെയ്യുന്നത്. ഗ്രേസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു നോക്കി കണ്ട് മനസ്സിലാക്കി എന്താണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് നോക്കിയിട്ട് അതിനൊരു പ്രൈസ് പ്രോബ്ലം ആക്കത്തില്ല. അത് അത്ര റിക്വയർമെന്റ് ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ എനിക്ക് ലിസ്റ്റ് ഒക്കെ ഇടയ്ക്ക് തരും, എനിക്ക് ഇനി ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നോളൂ കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറക്കെ പറയും, ഇന്നൊരു സാധനം മേടിക്കണം, എന്നാലേ വർക്കിന്റെ ആ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് ഗൂഗിളിൽ അയ്യോ വേണ്ട വേണ്ട. തിരിച്ചു കൊടുത്തൊരു ഗിഫ്റ്റ് എന്തായിരിക്കും? ഗ്രേസിന് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കണമെങ്കിൽ ഐപാഡ് വേണമല്ലോ, അപ്പൊ അന്ന് ഐപാഡ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്യാറുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ദമ്പതിമാരെ ഞാൻ സാധാരണ മറ്റേ എന്തെങ്കിലുമൊക്കെ ക്രിസ്റ്റൽ ഗിഫ്റ്റ് അതൊക്കെയാണ് എല്ലാരും കൊടുക്കുന്നത്. തുടക്ക സമയത്ത് അങ്ങനെയായിരുന്നു, കാരണം നമുക്ക് അത്രയും പൈസ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിലായിരുന്നു തുടക്ക സമയത്ത്. പിന്നെയാണ് നമ്മള്
ഇയാൾക്ക് ഇതാണ് ഇതിന്റെ ആവശ്യം, ഇതാണ് കൊടുക്കേണ്ടതെന്ന് അറിയുമ്പോഴാണ് അതിനകത്ത് ട്രാക്ക് മാറിയത്. ഡ്രാമ കിങ് ഓർ ഡ്രാമ ക്യൂൻ? ക്വീൻ. എന്താണ് ഒരു അഭിപ്രായം? ഡ്രാമ ക്വീൻ ഇതിപ്പോ എന്താ വെച്ചാൽ ഇൻഷുറൻസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓർമ്മ കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുപോലെ ലേറ്റ് ആയാൽ ഉള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ആ ഡ്രാമയൊക്കെ കണ്ടു തന്നെയാണ്. എന്നോട് മിണ്ടാതെ ഇങ്ങനൊക്കെ ഇരിക്കും. ഇത്ര നാളെ വീഡിയോ കോളിൽ കണ്ടാൽ മതി, ഇനിയിപ്പോ നേരിട്ട് കാണണമല്ലോ. ഞാൻ ഇച്ചിരി ഡ്രാമയുടെ ആളാണ്. ഇവിടെ ഓക്കെ വിത്തിട്ട്. ബാക്കിയുള്ളവർ എങ്ങനെയാന്ന് നമുക്ക് അറിയണ്ടല്ലോ. ഈ കുമ്പളങ്ങിയിലെ ഷമ്മിയുടെ അടുത്ത് പറയുന്ന ഒരു ഗ്രേസ് വല്ലപ്പോഴും വരാറുണ്ടോ? ചില സമയത്ത് ലില്ലിക്കുട്ടി വരും, ചില സമയത്ത് സിമി വരും, ചില സമയത്ത് മറ്റേ ഹാപ്പി വെഡിങ്ങിലെ ടീന വരും. എല്ലാം വന്ന് പോകും. രസല്ലേ, മിന്നി പറയും ഇങ്ങനെ കണ്ടു. ഓക്കെ, ഈ റൗണ്ട് ലാസ്റ്റ് ചോദ്യം. ഈ ഒരു അനോയിങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുള്ള ആരാണ്? ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിട്ടു ഞാനല്ലേന്ന്. അങ്ങനെ ശല്യപ്പെടുത്തില്ല. അല്ല, നമ്മുടെ ഒരു സ്നേഹം കൊണ്ടുള്ള അത് ഞാനായിരിക്കും ദേഷ്യം കാണാൻ വേണ്ടിട്ട്. ഞാനാ എബിയുടെ വിചാരം, എബി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്തോണ്ട് തന്നെ എന്തെങ്കിലും വിശേഷം ചോദിക്കും. പക്ഷെ എബി ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റി ചിന്തയില്ല. അപ്പൊ ഞാൻ പോയിട്ട് എന്താണെന്നുള്ള സാധനം ഇടയ്ക്ക് വരാറുണ്ട്. നമ്മള് വണ്ടിയൊക്കെ എങ്ങനെ ചെയ്യുന്നത്, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടുന്നൊക്കെ ഞാൻ പറയണ കഥ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണം. ഞാൻ വലിയ കാര്യത്തിൽ അന്നത്തെ 2 ദിവസം മുന്നുള്ള ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇയാൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇയാൾ ഇങ്ങനെ ചോക്കി ചിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോ ബേബി നോക്കി വണ്ടി ഓടിക്കുമായിരിക്കും. ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്ന ടാങ്കർ ലോറി എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഞാൻ പറയും എന്നോട് ചോദിക്കണ്ട, ഞാൻ വീടെത്തിയിട്ട് കഥ പറയുമല്ലോ. അന്ന് ഇയാൾക്ക് കഥ കേൾക്കുകയും ചെയ്യണം, റെസ്പോൺസും ഇല്ല. ചില സമയത്ത് പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോകും. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇത്തിരി വീതി പറഞ്ഞ വഴി കൂടെ ഒന്ന് ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ടാസ്ക് അല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക്. അപ്പൊ അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും എന്താ പറഞ്ഞു എന്നുള്ളൊരു ഇത് വരും. അന്നേരം ആയിരിക്കും ഇങ്ങനെ. പക്ഷെ വണ്ടി ഓടിക്കൽ സ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് അതിന്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഗ്രേസും ഭയങ്കര ഡ്രൈവറാണ്, ഞാനെ പഠിപ്പിച്ചതുകൊണ്ട്. അതാണ് എന്നെ വളർത്തിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ഒരുമിച്ച് വളർന്ന ഫീൽ ചെയ്യുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് ക്യാപ്ഷനുള്ളതായിട്ടുണ്ട്. അയ്യോ. ഓക്കെ, ആ റൗണ്ടോട് അവസാനിച്ചിരിക്കുന്നു. അടുത്തത് ഒരു ചോദ്യം ഉള്ളത്, ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ റോഷാക്കിന്റെ സമയത്തൊക്കെ മമ്മൂക്കൊക്കെ നേരത്തെ അറിയണ്ടായിരുന്നു അല്ലേ? ഈ അതൊരു കഴിഞ്ഞ ദിവസം പൊന്നിക്ക എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. മമ്മൂക്കെ വിളിച്ചിരുന്നു ഈ മമ്മൂക്ക ഗോത്രൂ ചെയ്ത ആ ഒരു സമയത്തൊക്കെ മമ്മൂക്കെ വിളിച്ച്? തീർച്ചയായിട്ടും മെസ്സേജ് ത്രൂ എല്ലാം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് മമ്മൂക്ക വിളിക്കുകയും ചെയ്തു. അപ്പൊ അതെല്ലാം ഭയങ്കര കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അതിലും വളരെ സന്തോഷം. അങ്ങനെ ഒരു നമ്മളെ ഓർത്തല്ലോ. ഇടയ്ക്കിടയ്ക്ക് പോവും മമ്മൂക്കയെ കാണാൻ, ലൊക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പോഴൊക്കെ ഇങ്ങനെ നോക്കും, എന്താണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. വിവാഹശേഷം പോയി കണ്ടു? ഇല്ലില്ല, കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതുപോലെ മമ്മൂക്കയുടെ ഒരു ഇൻസിഡന്റ് പറഞ്ഞോ? അല്ല, മമ്മൂക്ക ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമല്ലോ. അപ്പം മമ്മൂക്ക ബ്രേക്കുള്ള സമയത്ത് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പം ഒരു പ്രാവശ്യം എന്തോ ഇങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലൊക്കേഷനാണല്ലേ? കളങ്കാവലിന്റെ ലൊക്കേഷൻ. അവിടെ ഇതുപോലെ വർത്താനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോ എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ പോലെ എന്തോ ഉണ്ട്. അപ്പൊ മമ്മൂക്ക് കണ്ടിട്ട് ഇതെന്താ ഇത് ഇങ്ങനെ പിമ്പിള് ഇച്ചിരി മധുരം കൂടുതൽ കഴിച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതെന്തിനാ ഈ മധുരം എല്ലാം കൂടെ കഴിക്കുന്നത്? അതേ സ്ത്രീകൾക്ക് മാത്രമല്ല നമ്മൾ പുരുഷന്മാർക്കും ആവാം സൗന്ദര്യബോധമൊക്കെ കേട്ടോ. അതുകൊണ്ട് ചുമ്മാ ഈ ഉള്ള മധുരം എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിരുന്നത് നമുക്ക് കുറച്ച് സ്നേഹപൂർവ്വമുള്ള മമ്മൂക്കയുടെ തിരിച്ച് വണ്ടി കയറിയപ്പോ ഇന്നോട്ട് ഞാൻ ഷുഗർ കട്ടാണ്, ഇനി എനിക്ക് ജീവിതത്തിൽ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഷുഗർ ഇല്ല. എന്നോട് മമ്മൂക്കയാ പറഞ്ഞു ഷുഗർ കഴിക്കുന്നത്, അതുകൊണ്ട് ഷുഗർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എത്ര ദിവസത്തേക്കാണാവോ അധികമൊന്നും പോയില്ല. പക്ഷെ എന്നാലും കൺട്രോൾ ചെയ്തു ഞാൻ. അത് നമുക്ക് പറഞ്ഞ സ്ഥിതി എന്താ നല്ല കൺട്രോൾ ചെയ്തു. ഈ വീട്ടില് റിലേറ്റീവ്സിനെ ഒക്കെ പോയി കണ്ട് സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ കല്യാണം? അല്ല, സമാധാനിപ്പിച്ചെന്നല്ല, നമ്മൾ അവരോട് പറഞ്ഞു കാര്യങ്ങൾ. ഇൻഡസ്ട്രിക്കകത്ത് ആരും കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു? കാരണം ആരും പറഞ്ഞില്ല. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യം. എല്ലായിടത്തും റീസൺ എല്ലായിടത്തും പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തിരുന്നോ? ഇല്ലില്ല, അങ്ങനെയല്ല. നമ്മള് പബ്ലിഷ് ചെയ്ത സമയത്താണ് എല്ലാവരും അറിയുന്നത് തന്നെ. പക്ഷെ എന്നാലും അതെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എന്നോട് റെസ്പോണ്ട് ചെയ്തത്.
എല്ലാവരും. കുറെ പേര് പറഞ്ഞു വളരെ നല്ല ഡിസിഷൻ ആണെന്നുള്ള രീതിയിൽ. പേഴ്സണലി മെസ്സേജ് അയച്ചു. ലളിതം സുന്ദരം എന്നൊക്കെ പറയുന്ന പോലെ ക്യൂട്ട് കല്യാണം. അവരൊക്കെ ഇങ്ങനെ ഉള്ളി തട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം, ഇപ്പോ EMI ഓർക്കുമ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഇവിടെ അടുത്ത് മാത്രം ഒരു ചോദ്യം, എനിക്കിട്ടുള്ള പണിയാണല്ലോ. അല്ല ഒരു 5-6 സിനിമകൾ ഫേവറേറ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഹാപ്പി വെഡിങ് ഓർ കുമ്പളങ്ങി നൈറ്റ്സ്? കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ. കുമ്പളങ്ങി നൈറ്റ്സ് ഓർ തമാശ? കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് ഓർ കനകം കാമിനി കലഹം? കനകം കാമിനി കലഹം. കനകം കാമിനി കലഹം ഓർ നുണക്കുഴി? കനകം കാമിനി കലഹം. ഓക്കെ. കനകം കാമിനി കലഹം ഓർ പറന്നു പോകും? കനകം. എനിക്ക് കുറച്ചുകൂടെ ഫൺ ഇഷ്ടമായതുകൊണ്ട്. കനകം ഓർ നാഗേന്ദ്രൻ ഹണിമൂൺ? ഓ ടൈ. സ്റ്റിൽ കനകം. കനകം. കനകം ഓർ റോഷാക്ക്? കനകം. കനകം. കനകം ഓർ വിവേകാനന്ദൻ വൈറലാണ്? കനകം. ആ കനകത്തിന്റെ നിക്കാനുള്ള. കനകം ഓർ പത്രോസിന്റെ പടപ്പുകൾ? കനകം. കനകം. കനകം ഓർ ഹലാൽ ലവ് സ്റ്റോറി? അത് രണ്ട് ഷെയ്ഡ് ആയതുകൊണ്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ ഫൺ സൈഡ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കനകം. ഓക്കെ. കനകം ഓർ സാജൻ ബേക്കറി? കനകം. കനകം ഓർ ഇഡി? കനകം. കനകം വിജയിച്ചിരിക്കുന്നു. അത് എപ്പോഴും പറയും. എനിക്ക് കനകം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് അത്. അത് ആ സമയത്ത് അത് OTT റിലീസ് ആയിരുന്നു നമ്മള്. ഇപ്പൊ ഞാൻ കനകം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ പല വോയിസിലെ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ കനകം എന്ന് പറയുന്നത് ഞാൻ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും സിനിമ കാണുവാണെങ്കിൽ എനിക്ക് കോമഡി സിനിമ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കനകം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത്. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ റോഷാക്കിലെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ആക്ച്വലി അതിലേതെങ്കിലും റോഷാക്ക്. അതെ അതെ, റോഷാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഫൺ സൈഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് കനകം ഇതാവുന്നത്. കനകം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു മൂവിയാണ്. കനകം കാമിനി കലഹം. ഈ ഗ്രേസിന്റെ ആക്ട്രസിനെ മലയാള സിനിമ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? ഗ്രേസിലെ ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് ഞാനിത് ഇപ്പോഴും പറഞ്ഞു, ഞാനും കൂടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് അത് പറയാൻ കാണും. കാരണം ഞാനിപ്പം 2008 തൊട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഇതുവരെ ഇത്രയും സിനിമകൾ കാണുന്നു, ഇത്ര ആക്ടേഴ്സിനെ കാണുന്നു. അപ്പം ഗ്രേസ് എന്നുള്ളതല്ല, ഒത്തിരി ആക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ മലയാളം സിനിമ യൂസ് ചെയ്യാതെ ഉണ്ട്. അപ്പം ഗ്രേസിനെ എനിക്ക് അത്രയും കൂടെ അടുത്ത് അറിയാവുന്നതുകൊണ്ടും ഗ്രേസിന്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും 100% അല്ല 1000% ഇതിൽ എനിക്ക് പറയാൻ പറ്റും ഗ്രേസിന്റെ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഗ്രേസിന്റെ ഒരു കേപ്പബിലിറ്റി ഒരു 10% പോലും വളരെ റെയർ ആയിട്ടുള്ള സിനിമകളിൽ മാത്രമാണ് കുറച്ചുകൂടി സാധ്യതയുള്ള പെർഫോമൻസ് കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ മുഴുവൻ കാണുന്നുണ്ട് നിന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിലും നന്നായിട്ട് അവൾ അഭിനയിക്കുന്നത്. അത് കലക്കി. ആ ഒരു 5 വർഷം ശേഷമുള്ള നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? അതായത് ഇപ്പൊ പോകുന്ന പോലെ പോകുക എന്നുള്ളതാണോ, അതെയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീട് വാങ്ങി അവിടെ സെറ്റിൽ ആവുക, ഏതെങ്കിലും ഒരു കൊച്ചി തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കായൽ തീരത്ത് ഒരു വീട് മേടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രീമുകളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി സഞ്ചരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ട്രാവലിംഗ് എപ്പോഴും ഉള്ളതാണ്, ഡ്രീമിലുള്ളതാണ്. എബി ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ റീസെൻ്റ്ലി ആണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് മെയിൻലി നമുക്കുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്ത് സംഭവിക്കുന്നു അതിൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറെ ആലോചിച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പരിപാടി രണ്ടുപേർക്കും ഇല്ല. അത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് കിടന്ന് മരിക്കുന്ന പരിപാടി രണ്ടുപേർക്കും ഇല്ല. അപ്പോൾ ഇങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് വീട് വെക്കണം അങ്ങനെയല്ല. നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകളും മാറും. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കില്ല നാളെ എനിക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ എബിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതും വളരെ നമ്മളിങ്ങനെ നോക്കിയും കണ്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പം പ്രസന്റിൽ ജീവിക്കുക അത് ഭയങ്കരമായിട്ട്. കാരണം ഈ 8 വർഷം 9 വർഷം 10 വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെയാവും നമ്മൾ ഒട്ടും ചിന്തിച്ച ആൾക്കാരല്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, അപ്പൊ ഇത് എൻജോയ് ചെയ്യുക, നാളെ വരുന്നത് വരട്ടെ, അത്രേ ഉള്ളൂ. എബി മ്യൂസിക് ഡയറക്ഷനിലേക്ക് എങ്ങനെ അടുത്ത പ്ലാനിങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ തിരക്കിൽ എൻജോയ് ചെയ്ത് പോകാനാണോ അധികം അതിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യാനുള്ള പരിപാടികളാണോ, എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ പാവാടയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്തില്ലെന്ന് പറയാം. ആക്ച്വലി ഞാൻ നോക്കിയിട്ട് എന്റെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് അത് ആ ചോദ്യമായിട്ട് ചോദിക്കണം എന്നില്ല, ഞാൻ പിന്നെ അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിടത്. കാരണം പാവാട പോലൊരു അത്രയും ഹിറ്റായിട്ട് പാട്ടുകൾ വന്നിട്ട് പിന്നെയും മ്യൂസിക് പ്രൊഡക്ഷൻ തന്നെയാണ് ഞാൻ നോക്കിയപ്പം കണ്ടത്. അന്ന് സംഭവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ പാവാടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ഇൻഡസ്ട്രി കുറച്ച് റിയലിസ്റ്റിക് മൂവീസ് കൈൻഡ് ആ ഒരു ഇതിലേക്ക് ഷിഫ്റ്റായി. അപ്പം പാവാടയിലെന്ന് പറഞ്ഞാൽ പക്ക മറ്റേ തട്ടുപൊളിപ്പൻ കമേഴ്ഷ്യൽ ഒരു ഇതായിരുന്നു. അപ്പം
ആ ഒരു സമയത്ത് ആ പാട്ടുകൾ നല്ല ഇതായി. പിന്നെ അപ്പം നമ്മളെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു പടങ്ങളുടെ പാട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഉള്ളൊരു ഇമേജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പാവാട കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നല്ല അതുപോലത്തെ വലിയ പടങ്ങൾ വരും എന്ന് വിചാരിച്ചു. പക്ഷേ പടങ്ങൾ വന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ പിന്നെ അങ്ങനെ ഇതിന്റെ പുറകെ പോയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കൊരു പടം മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് പോയിട്ടില്ല. കാരണം പാവാട ചെയ്യുമ്പോഴും അതിന് മുമ്പും അത് കഴിഞ്ഞും എല്ലാം നല്ല തിരക്കുണ്ട്. നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മൾട്ടിപ്പിൾ കമ്പോസേഴ്സിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഞാനതിന് ശ്രമിച്ചില്ലെന്നും പറയാം. വന്നില്ലെന്ന് മാത്രമല്ല, ഞാനതിന് ശ്രമിച്ചില്ല. ഒരു പടം ഇത്ര ഒരു ഹിറ്റ് കയ്യിലുണ്ടായിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു പടം അടുത്തത് എന്താ പറയുന്നത് എങ്ങനെയും ഒരു പടത്തിന്റെ ഭാഗമാകാന്നുള്ളൊരു ശ്രമവും ഞാൻ നടത്തിയില്ല. അപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്യുന്നത് മ്യൂസിക്കാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലാണ് എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ, മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പടങ്ങൾ വരട്ടെ. താങ്ക് യു. അല്ല, ഇനിയിപ്പം വരും. ഐ മീൻ പ്ലാൻ ഉണ്ട്, മനസ്സിലുണ്ട് ഇതല്ല. പക്ഷെ അത് ഇനി എന്ന് വെച്ചാൽ അതുപോലെ ഇപ്പൊ പാവാടയൊക്കെ പോലെ നല്ലൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമുള്ള, അല്ലാതെ എന്തെങ്കിലും ഒരു പടം എന്നുള്ളൊരു ചെയ്യുമ്പോൾ നല്ലൊരു സിഗ്നേച്ചർ പരിപാടി ചെയ്തിട്ട് കാര്യം. ഞാനത് എബിയോട് എപ്പോഴും പറയും, എബിയുടെ പൊട്ടൻഷ്യൽ അങ്ങനെ അധികം നേരിട്ട് കാണുന്നത് കൊണ്ട്. ഇപ്പൊ റീസെന്റ് ലോകയിലെ സ്കോറൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗൂസ് ബംസ് വരും. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പറഞ്ഞിട്ടോ, താൻ ചെയ്ത സാധനമല്ലേ ഇതൊന്ന് കേൾക്കുമ്പോഴേ. ഷുവർ, ഓഫ് കോഴ്സ്. പക്ഷെ എന്നാലും നമ്മള് അതിലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പടം ചെയ്യാൻ പറ്റുന്ന അത്രയും കേപ്പബിലിറ്റി ഉള്ള ആളാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഒന്ന് പൊളിച്ചായിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. മ്യൂസിക്കിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഈ മ്യൂസിക് പ്രൊഡക്ഷനും മ്യൂസിക് കമ്പോസിങ്ങും രണ്ടും രണ്ടാണ്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ട്. അതാണ് നമ്മളെല്ലാം അറിയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷയിലുള്ള മ്യൂസിക് കമ്പോസേഴ്സ് എന്ന് പറയുന്നതാണ് എല്ലാവരും അറിയുന്നത്. അതെ, ഇവരൊക്കെ മ്യൂസിക് കമ്പോസേഴ്സ് ആണ്. നമ്മൾ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് കമ്പോസേഴ്സിന് ഒരു വിഷൻ ഉണ്ട്. എൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇങ്ങനെ വേണം, ഇന്നതുപോലെ വേണം എന്നുള്ളൊരു വിഷൻ ഇവർക്കുണ്ട്. ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഐ മീൻ കമ്പ്യൂട്ടേഴ്സും സോഫ്റ്റ്വെയർസും യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊന്നുകൂടെ ഒന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വേണം, അത് എന്ത് നോട്ട്സ് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കോഡ്സ് പ്ലേ ചെയ്യണം, എന്ത് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യണം. ചില മ്യൂസിക് കമ്പോസേഴ്സ് പറയും എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഐ മീൻ അവരുടെ ഒരു ഡയറക്ഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രംസിൻ്റെ പാറ്റേൺസ് എങ്ങനെ പോകണം, അല്ലെങ്കിൽ അതിൻ്റെ റിതംസ് എങ്ങനെ വായിക്കണം, അതിൻ്റെ കീബോർഡ്സ് എങ്ങനെ വായിക്കണം, ഗിറ്റാർസ് എങ്ങനെ വായിക്കണം, ആ ഒരു സംഭവങ്ങൾ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ഡിസൈൻ ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം മ്യൂസിക് കമ്പോസേഴ്സും പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള രീതിയിൽ അവരും പറയാറുണ്ട്. അപ്പം അവരുടെ ഒരു വിഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ. നമ്മൾ കേൾക്കുന്ന സൗണ്ട്, നമ്മൾ കേൾക്കുന്ന പല പാട്ടിന്റെയും ആ വോക്കൽ മാറ്റി വെച്ചാൽ ബാക്കിയായ പല മ്യൂസിക് BGMs നമുക്ക് ഈസി ആയിട്ട് പറയാം. മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണ്. അത് ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ഒരു മ്യൂസിക് കമ്പോസറുടെ ഒരു വിഷൻ, അയാളുടെ ഒരു ഡയറക്ഷൻസ് പ്രകാരം അയാളുടെ ഐഡിയാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാവാട മ്യൂസിക് ചെയ്ത മ്യൂസിക് കമ്പോസർ ആയിരുന്നു ഞാൻ. പാവാട ജയശ്രീ കൊണ്ട് ആദ്യമായിട്ട് പാടിച്ചത് ആദ്യമായിട്ടല്ല, ശേഷമല്ലേ പുണ്യാളം തന്നെ? അല്ലല്ല, പുണ്യാളന്റെ പാട്ടൊക്കെ ജേട്ടൻ അതിന് മുന്നേ പാടിയിട്ടുണ്ട്. ആണല്ലേ? അതെ അതെ, ഞാൻ പാവാട അത് കഴിഞ്ഞാ പഠിച്ചത്. അതെ, ജേട്ടനുമായിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം ഇപ്പൊ ഗ്രേസ് മുമ്പ് പറഞ്ഞ മൂന്നാം ഇടം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ജേട്ടനായിരുന്നു, അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അന്നോട്ട് ജേട്ടൻ അതിന്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനും ജേട്ടനും ഭയങ്കര മീൻ ഫ്രീക്വന്റ്ലി കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ നല്ല മീൻ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് ആ പാവാടയിലെ ആ ഒരു സംഭവം, അങ്ങനെ ഒരു പാട്ട് ആരെ പാടിക്കും എന്നുള്ളൊരു വന്നു കഴിഞ്ഞപ്പം ജേട്ടൻ എന്നുള്ള ഒരു ഓപ്ഷൻ പറയാൻ, കാരണം ആ പാട്ട് ശ്രദ്ധിച്ചറിയാം, അത് ഒരു പറയുവാണ് സംഭവങ്ങൾ, ഒരു പാട്ട് പാടുന്നതുള്ളേ കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു ഫുൾ എക്സ്പ്രഷൻസും എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളും, പിന്നെ അന്നത്തെ ഒരു സമയത്ത് ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ജേട്ടനായിരുന്നു ഏറ്റവും നല്ല ഓപ്ഷൻ. അങ്ങനെ ജേട്ടനെ കൊണ്ട് ഇത് പാടിച്ചു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് റെക്കോർഡിങ്സും ഭയങ്കര ഈസി ആയിരുന്നു ജേട്ടനും ഞാനും തമ്മിൽ. അങ്ങനെ അത് അടിപൊളിയായിട്ട് വന്നു. രസകരമായിട്ടുള്ളൊരു ഭയങ്കര ഫൺ സോങ് ആയിരുന്നു. ഈ ഞാൻ ചെയ്യട്ടെ, ഇപ്പം ഗ്രേസിന്റെ ഒരു സീൻ ഇപ്പം എബി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് വെച്ചോ, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേസ് ആണ് 2 ബിറ്റ് കൂടുതൽ ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ ചെയ്താലും ഡയറക്ടറോ മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസിന്റെ സിനിമയിലെ വർക്ക് ചെയ്തിട്ടില്ലേ? ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉടനെ അത് കിട്ടട്ടെ. ഒരു ഇന്റർവ്യൂവിന്റെ അകത്താന്ന് തോന്നുന്നു ഫ്രിഡ്ജ് തൊട്ട അമ്മ വഴക്കം, ഫ്രിഡ്ജിന് അതൊരു സാധനം
അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ പോകുന്നല്ലോ പുള്ളി ഫ്രിഡ്ജ് അമ്മയുടെ. ഗ്രേസിനെ കൊണ്ട് ഫ്രിഡ്ജ് തൊട്ട് അത് വിവേകാനന്ദൻ വൈറലാണ് പടത്തിന്റെ നമ്മളെടുത്ത് ഒരുപാട് നേരം സംസാരിച്ചൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന്. അമ്മയാണ് മെയിൻ എന്റെ ഇത് ആയുധം. അമ്മയെ പറ്റി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരൂല. ഗ്രേസിന്റെ പരാതി തീർക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ഒരു ഫ്രിഡ്ജ് ഇപ്പൊ ഉണ്ട്. അതെ, മോഡലത്തെ നിലവിലൊരു ഫ്രിഡ്ജ്, സെപ്പറേറ്റ് ഫ്രിഡ്ജ് ഓർണമെന്റ്. അതിലൊന്നും ഇല്ല വാനും. എനിക്ക് തുടങ്ങി ഇതേ തൊട്ടോളാം. ഓക്കെ, നമുക്ക് ഒരു റൗണ്ടിലേക്ക് കൂടെ പോവാം. ചോദ്യം അബിയുടെ അടുത്താണ്. അത് അബി എഴുതുന്ന ഗ്രേസും ഗ്രേസ് എഴുതുന്ന അബിയും കാണരുത്. ഗ്രേസ് ഇന്നോളം കണ്ടതിൽ ഗ്രേസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്ന ഒരു മൂവി, ഗ്രേസ് അഭിനയിച്ചതാവാം, പുറത്തുനിന്നുള്ളതാവാം, എന്തും ആവാം. ഗ്രേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ പോലെ എന്തോ കാര്യമായിട്ട് മൂവി എഴുതുന്നുണ്ട്. എനിക്ക് ഉണ്ടടേ ഒരു ലിസ്റ്റ്. ഫസ്റ്റ് ദി മിറാക്കിൾ. ഓ ദി മിറാക്കിൾ കല്യാണരാമൻ ചെയ്യേണ്ടി പോസാ നമ്മുടെ ടീമാണ്. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഈ കല്യാണരാമൻ ചെയ്യേണ്ടി പോസ എന്നൊക്കെ പറയുന്നത് ഉച്ചപ്പടങ്ങളുടെ ആളാണ്. ചില കോമഡി സിനിമകൾ 90-കളിലെ 2000-ലെയൊക്കെ ബിഗ് ഫാനാണ് ഞാൻ. ഇരുന്ന് ഈ ഫോണിലൊക്കെ ഓണാക്കി വെച്ച് കഴിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാരും ഒരേ മൈൻഡ് സെറ്റ് ആണല്ലേ. ഗ്രേസിന്റെ ഫേവറേറ്റ് കളർ തിരിച്ചു ഓഫ് ബ്ലാക്ക്. രക്ഷപ്പെട്ടടേ. ഗ്രേസിന്റെ സെലിബ്രിറ്റി ക്രഷ്, ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് അല്ലെങ്കിൽ എക്സോർ എപ്പോഴും തന്നെ സെലിബ്രിറ്റി ക്രഷ് എന്ന് ഗ്രേസ് എപ്പോഴും പറയുന്ന ഒരാള് ഇല്ല? ഷാരൂഖ് ഖാൻ, ഹൃതിക് റോഷൻ ഇല്ല? ഞാൻ ആ കാര്യത്തിലൊക്കെ വെറും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ സിനിമയിലുള്ള ക്രഷ് മതിയെങ്കിൽ ഞാനാ. ഓക്കെ, ഗ്രേസ് ആബിയെ വിളിക്കുന്ന ഒരു നിക്നെയിമോ? അയ്യോ, എപ്പോഴും വിളിക്കുന്ന ഒരു നിക്നെയിം പറയും. എഴുതിയാ മതി, ഞങ്ങള് വായിച്ചെടുത്തോളാം. പറയൂല, അറിയില്ല, എഴുതിക്കോ, കുഴപ്പമില്ല. ആരോടും പറയണ്ട, എഴുതി കാണിച്ചാൽ ഇത് മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ നൈസായിട്ട് വീണ്ടും ഇട്ടിരിക്കും. എന്റെ ഉത്തരം കിട്ടാൻ ഞാൻ വിടില്ല. പറഞ്ഞു വെക്കുന്നത് ഇതെന്താണ് പരീക്ഷയോ കോപ്പി അടിക്കേ? എന്നെ വിളിക്കുന്നല്ലേ? കാണിച്ചോ മോനെ. അയ്യോ, ഇതെല്ലാം വിളിക്കുന്നത് അതാണ്. ഞാൻ കൊറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഒരു തെറ്റ്. ഗ്രേസിന്റെ മൊബൈൽ നമ്പർ കാണാനറിയാം? ഞാൻ എഴുതുന്നു. നമ്പർ എഴുതി കാണിക്കണ്ടല്ലോ. വേണ്ട, അറിയാം. അപ്പൊ എഴുതി കാണിക്കണ്ട. ചിലർക്ക് എന്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എപ്പോഴും വിളിക്കും, പക്ഷെ നമ്പർ ഇതുണ്ടല്ലോ കാണാതെ ഓർമ്മ. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഗ്രേസിന് എപ്പോഴും പറയുന്ന ഒരു ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, എപ്പോഴും എന്തെങ്കിലും അവിടെ പോകണമെന്ന് ഗ്രേസ് പറയുന്ന ഒരു സ്ഥലം? തിരിച്ചോ ഫിൻലാൻഡ്, രണ്ടും യൂറോപ്പ്. ഓക്കെ, അബിക്ക് കുക്ക് ചെയ്ത് തരാൻ ഗ്രേസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്? എനിക്ക് കുക്ക് ചെയ്ത് അബിക്ക് കുക്ക് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഗ്രേസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഗ്രേസ് കരുതുന്ന ഒരു ഫുഡ്, അബിക്ക് ഇത് ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കണം. അയ്യോ, അത് ഇൻസ്റ്റാഗ്രാമിൽ എന്താ ഞാൻ അല്ല, എന്നാലും എപ്പോഴെങ്കിലും പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ചെയ്ത് തരികയോ ചെയ്തിട്ടുള്ള ഒരു ഫുഡ്? കണ്ടിന്യൂ 2-3 പ്രാവശ്യം ചെയ്ത് തന്നത് ഉണ്ട്. അത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് കരുതാം. ഈ ആലോചനയൊക്കെ SSLC എക്സാമിന്റെ സമയത്തുണ്ടായിരുന്നു. ബിരിയാണി. ഗ്രേസിന്റെ ഫേവറേറ്റ് യൂട്യൂബർ? മാപ്പാക്കണം. ഇല്ല. ഒരു ചൈനക്കാരി ഉണ്ട്, അതിന്റെ പേര് 20 കോടി ഇടയ്ക്ക് കുറെ കാലം കാണാതിരുന്നു. പേരെനിക്കറിയാൻ പാടില്ല, എന്റെ വൈഫ് ഇരുന്ന് സ്ഥിരം കാണാൻ. എല്ലാവരുടെയും പേര് അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ 1-2 തെറ്റുകൾ ഇനി തിരിച്ച് ഗ്രേസിനോട് അബിയെ പറ്റിയുള്ള ചോദ്യം. അബിയുടെ ഷൂവിന്റെ സൈസ്? എനിക്കറിയത്തില്ല. എഴുതി കാണിക്കുന്നത്? ഓക്കെ, അയ്യോ എനിക്കത് അറിയത്തില്ല. അയ്യോ അല്ല, ഒറ്റ ഡിജിറ്റാ. ഒരു മിനിറ്റ്, ഒറ്റ ഡിജിറ്റോ അല്ലേ? അറിയില്ല. എനിക്ക് 7, 43.
43 അത് ഷർട്ടിന്റെ അല്ലേ? അല്ല അത് ഇത് ഷൂവിന്റെ പറയും. ആണല്ലേ? ഇത് അത് മറ്റേ ഏഴല്ല, UK സൈസ് യൂസ് UK ഇത് തെറ്റാ, ഇതല്ല. ആണോ? അല്ല ഇതാണ് പറയണത്, ഇതാണ് UK. ഇത് അതിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്നത് 43 അല്ലെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ 43 ആണ് സൈസ്. എനിക്കും എന്റെ അപ്പൊ 7 അല്ല. വെഡിങ് ഷൂ റീസെന്റ് വെഡിങ് ഷൂ മേടിച്ചപ്പോഴും നോക്കിയാന്ന്, പക്ഷെ മറന്നുപോയി. 43. ഷർട്ടിന്റെ മാന്റെ സൈസ്. ആന്നൊക്കെയോ അറിയാവോ? കല്യാണത്തിന് മേടിച്ചല്ലേ? ആലോചിക്കട്ടെ. ഇതിനകത്ത് അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നില്ല, കല്യാണത്തിൽ ഒരുമിച്ച് ഇതെന്താ PSC എക്സാം? അയ്യോ, എന്റെ ഇത് ഓവർ തിങ്കിങ് വർക്ക് ചെയ്യുന്നു. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഏതാ പാന്റ് കറക്റ്റാ. ഷർട്ടോ? ഷർട്ടില്ല. 42. ഓക്കെ, കുഴപ്പമില്ല. എപ്പോ കൂടുതലും കഴിക്കുന്ന ആഹാരം? ഗ്രേസ്. എപ്പോ കിട്ടിയാലും കഴിക്കും. ഗ്രേസിന് കുഴിമന്തി. അത് എന്നെ ഞങ്ങളുടെ ക്യാമറ ക്രൂ മുഴുവനും ഇത് അമ്മ പറയും, റോട്ടിൽ കൂടെ ആരെങ്കിലും മാമോളെ കുഴിമന്തി തരാന്ന് പറഞ്ഞ. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേ, അപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ 15-20 കിലോമീറ്റർ അപ്പുറമായിരിക്കും ഒരു സ്പോട്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ കടയായിരിക്കും, പക്ഷെ അത് ഫുഡ് ഭയങ്കര ടേസ്റ്റ്. അവിടെ ഡ്രൈവ് ചെയ്ത് പോയി ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാന്തകൾക്ക് അടിച്ചിട്ടുണ്ടോ? ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ അബദ്ധങ്ങളായിരിക്കും. ഒരു ഫുഡ് കൊള്ളത്തില്ല. അങ്ങനെ കണ്ടുപോയിട്ടുള്ളതൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. ചില യൂട്യൂബർമാരെ നമ്പാൻ പറ്റില്ല. ഞങ്ങൾ ആ പോക്ക് നിർത്തി. ഓക്കെ, ഗ്രേസിന്റെ ഫേവറേറ്റ് മൂവി? ഗ്രേസ് അഭിനയിച്ച ഗ്രേസിന്റെ ഫേവറേറ്റ് മൂവി? ഞാൻ അഭിനയിച്ചത് എന്റെ ഫേവറേറ്റ് മൂവി. ഓ സോറി. മറ്റേത് ഗ്രേസ് കാണാൻ ഇഷ്ടപ്പെട്ട മൂവി? നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. പ്രണയം, കല്യാണം, എന്താണ് സ്വപ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ തന്നെ മനോഹരമായിട്ട് ജീവിതം മുമ്പോട്ട് പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയും. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you so much. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.